യെസ്, നമ്മുടെ മോഡൽ ഓക്സിലറിയുടെ ലാസ്റ്റ് പാർട്ടിലോട്ട് നമുക്ക് കിടക്കാം. ഓക്കെ, മോഡൽ ഓക്സിലറിയുടെ ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏതൊക്കെയായിരുന്നു? വിൽ, വുഡ്, ഷാൾ, ഷുഡ്, മേ, മൈറ്റ്, ക്യാൻ, കുഡ് അല്ലേ? മേ, മൈറ്റ്, മസ്റ്റ് ഇത്രയായിരുന്നു എന്ത്? മോഡൽ ഓക്സിലറി, മെയിൻ മോഡൽ ഓക്സിലറി. അതിനുശേഷം നമ്മൾ മോഡൽ ഓക്സിലറിയുടെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സെമി മോഡൽ ഓക്സിലറി എന്ന് ഞാൻ പറഞ്ഞു. കുറച്ച് മോഡൽ ഓക്സിലറി കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ മെയിൻ മോഡൽ ഓക്സിലറി നമ്മൾ വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക? ഈ ക്ലാസ് കാണുക. ഓക്കെ, ദെൻ ഹിയർ ഡയർ, നീഡ്, യൂസ് ടു, ought to, have to ഇത്രയാണ് സെമി മോഡൽ ഓക്സിലറി എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? ഡയർ, നീഡ്, യൂസ് ടു, ought to, have to. ഓക്കെ, നോക്കാം. ഫസ്റ്റ് വൺ, ഡയർ. എന്താണ് ഡയർ? ഡയർ ഈസ് യൂസ്ഡ് ഇൻ ദ സെൻസ് ഓഫ് ഡെഫി, ചാലഞ്ച്, ഫേസ് ബോൾഡ്ലി. ഡെഫി മീൻസ് എന്താണ്? നമ്മളൊരാളെ എതിർത്ത് സംസാരിക്കൂലേ? എതിർത്ത് സംസാരിക്കുക, നമ്മൾ ഓപ്പോസിറ്റ് നിന്നിട്ട് നല്ല കട്ടക്ക് നിന്ന് എതിർത്ത് സംസാരിക്കൂലേ? സ്ട്രോങ് ആയിട്ട് എതിർത്ത് സംസാരിക്കുക, അങ്ങനെ സംസാരിക്കുന്നതിനാണ് നമ്മൾ ഡെഫി എന്ന് പറയുക. എന്താണ്? എതിർത്ത് സംസാരിക്കുന്നതിനാണ് എന്ത് പറയുക? ഡെഫി എന്ന് പറയുക. ദെൻ ചലഞ്ച്, ഫേസ് ബോർഡിൽ, ഇതൊക്കെ ഒരു സെയിം അർത്ഥമാണ് വരുന്നത് അല്ലേ? ഒരു ചലഞ്ചായിട്ട് സംസാരിക്കുക, ഫേസ് ബോർഡിലായിട്ട് സംസാരിക്കുക അല്ലേ? വളരെ കറേജായിട്ട് സംസാരിക്കുക. ഓക്കെ, കറേജ് കാണിക്കാൻ, നമ്മുടെ കറേജ് കാണിക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഡെയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. നിങ്ങൾ എപ്പോഴും നമ്മൾ ഫിലിംസൊക്കെ കാണുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഡയലോഗായിരിക്കും, ഹൗ ഡെയർ യു എൻ്റർ മൈ റൂം വിതൗട്ട് മൈ പെർമിഷൻ. ഹൗ ഡെയർ യു എൻ്റർ മൈ റൂം വിതൗട്ട് മൈ പെർമിഷൻ. എന്താണ്? ഹൗ ഡെയർ യു, ധൈര്യം, നിനക്ക് എവിടുന്ന് വന്നു നിനക്ക് ഈ ധൈര്യം? എന്തിന്? മൈ റൂം വിതൗട്ട് മൈ പെർമിഷൻ. എന്താണ്? എൻ്റെ റൂമിലോട്ട് കയറാൻ എൻ്റെ അനുവാദമില്ലാതെ നിനക്ക് എവിടുത്തെ ധൈര്യം ഉണ്ടായിട്ടാണ് നീ എൻ്റെ റൂമിലോട്ട് കയറി വന്നത് അല്ലേ? ചോദിക്കുകയാണ്. ഡയറാണ് അവിടെ അല്ലേ? നമ്മുടെ കറേജാണ് കാണിക്കുന്നത്. എന്താണ്? ഹൗ ഡെയർ യു എൻ്റർ മൈ റൂം വിതൗട്ട് മൈ പെർമിഷൻ. എൻ്റെ പെർമിഷൻ ഇല്ലാതെ അല്ലേ? ഹൗ ഡെയർ യു ടു ടോക്ക് ടു യു. എന്താണ് ചോദിക്കാറില്ലേ? ഹൗ ഡെയർ ടു ടോക്ക് ടു മീ. നിനക്ക് എവിടുന്ന് വന്നതാണ് ഈ ധൈര്യം? എങ്ങനെയാണ് നിനക്ക് സംസാരിക്കാൻ ഈ ധൈര്യം വന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ? ദെൻ they dare me to win the race. എന്താണ്? they dare me to win the race. അവർക്ക് എവിടുന്ന് വന്നു ധൈര്യം? to win the race. ആ റൈസിൽ നിന്ന് വിജയിക്കാൻ അവർക്ക് എവിടുന്ന് വന്നു ധൈര്യം അല്ലേ? how dare to talk to me. നമ്മളെപ്പോഴും എവിടുന്നാണ് എനിക്ക് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ ധൈര്യം വന്നത് അല്ലേ? how dare to enter my room. എവിടുന്നാണ് എനിക്ക് എൻ്റെ റൂമിലോട്ട് കയറി വരാൻ ധൈര്യം വന്നത്? ഓക്കെ, then dare he come here. dare he come here. എവിടുന്ന് ആ വ്യക്തിക്ക്, അവന് ഇവിടെ വരാൻ എങ്ങനെ ധൈര്യം വന്നു അല്ലേ? അതാണ് ചോദ്യം. ഓക്കെ, എന്താണ് ചോദിക്കുന്നത്? എങ്ങനെ ധൈര്യം അല്ലേ? എവിടുന്ന് ധൈര്യം വന്നു? ഓക്കെ, ഒരു കറേജ് ചോദിക്കണം, എതിർത്ത് സംസാരിക്കുകയാണ് അല്ലേ? അങ്ങനെ എതിർത്ത് സംസാരിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹൗ ഡെയർ എന്നൊക്കെ യൂസ് ചെയ്യുന്നത്. അധികം ഇങ്ങനെ ഒരു യൂസ് ആയിരിക്കും നിങ്ങൾ കാണാം, ഹൗ ഡെയർ യു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെയർ മീ, ഡെയർ ഹി എന്നൊക്കെ യൂസ് ചെയ്യാറുണ്ടെങ്കിലും കൂടുതൽ നമ്മളിത് യൂസ് ചെയ്യും. എന്താണ്? ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഹൗ ഡെയർ, നിനക്ക് എവിടുന്ന് വന്നു ഈ ധൈര്യം? നിനക്ക് എങ്ങനെ വന്നു ഈ ധൈര്യം? നീ എന്ത് ധൈര്യത്തിലാണ് എന്നോട് സംസാരിക്കുന്നത്? അതിനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം മക്കളെ? ഒന്ന് പറഞ്ഞ്. ഡെയർ യൂസ് ചെയ്യാം. എന്താണ്? ഡെയർ. ഓക്കെ, ദെൻ നീഡ്. നീഡ് മീൻസ് എന്താണ്? നമ്മുടെ ആവശ്യങ്ങൾ അല്ലേ? നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരാളോട് പറയാണ്. ഐ മീൻ നമ്മൾ ആ വ്യക്തിയിൽ നിന്നും എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? അപ്പം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ നോട്ട് ചേർക്കും. അപ്പോൾ എന്താണ്? നമ്മൾ സംതിങ് നമ്മൾ വ്യക്തിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഐ നീഡ് യുവർ കെയർ എന്നൊക്കെ പറയാറില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ല? ഐ നീഡ് യുവർ കെയർ, ഐ നീഡ് യുവർ സപ്പോർട്ട്. എന്താണ്? നമ്മൾ ആ സംതിങ്, എന്തോ ഒന്ന് നമ്മൾ ആ വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യുന്നത്? നീഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആ പറയുന്ന വ്യക്തിയിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട്? സംതിങ് പ്രതീക്ഷിക്കുന്നത്. എന്തോ എന്ന് നമ്മൾ ആ വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നീഡ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തായിരിക്കും? നീഡ് നോട്ട് ആയിരിക്കും. നോക്കാം. നെസസിറ്റി ആൻഡ് ഒബ്ലിഗേഷൻ. നെസസിറ്റിയുമാണ് എന്താണ്? ഒബ്ലിഗേഷൻ. ഒബ്ലിഗേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഒരു നമ്മുടെ ധാർമ്മികപരമായിട്ടുള്ള ഒരു കരാറ് എന്നൊക്കെ പറയാം അല്ലേ? ഒരു നിർബന്ധിക്കുന്നില്ല, നിർബന്ധമല്ലാതെ നമ്മൾ അനുസരിക്കേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ ഒബ്ലിഗേഷൻസ് എന്ന് പറയുന്നത്. നോക്കാം.
നീഡ് ഐ സേ മോർ, നീഡ് ഐ സേ മോർ, നീഡ് ഐ സേ മോർ. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, കുറച്ച് കൂടുതൽ സംസാരിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ, ഒരു തരം നെസസിറ്റിയാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, നീഡ് ഐ സേ മോർ, എനിക്കിവിടെ എന്ത് ചെയ്യണം, കൂടുതൽ സംസാരിക്കണം, കൂടുതൽ പറയേണ്ടതായിട്ടുണ്ട് എന്ത് അവിടെ. ഓക്കെ, ദെൻ യു നീഡ് നോട്ട് കം, നെഗറ്റീവാണ്, നീ ഇവിടെ വരേണ്ട ആവശ്യമില്ല. ഓക്കെ, അവിടെ ഒരു ആവശ്യമുണ്ട്, യു നീഡ് കം എന്ന് പറഞ്ഞാൽ എന്താ, നീ ഇവിടെ വരണം. ഓക്കെ, ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ആ വ്യക്തി അവിടെ വരുമെന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്താണ് പറയുന്നത്, യു നീഡ് നോട്ട് കം, നീ ഇവിടെ വരേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഒരു നെസസിറ്റി ഇവിടെ ഇല്ല. ഓക്കെ, ദെൻ യു നീഡിൻ സ്റ്റേ ഹിയർ. അതുപോലെ തന്നെ ഈ നീഡ് യൂസ് ചെയ്യുമ്പോൾ അധികം നമ്മൾ നെഗറ്റീവായിട്ടായിരിക്കും സെൻറ്റൻസുകൾ കാണാം. ഓക്കെ, പോസിറ്റീവിനോട് കൂടുതൽ അത് നെഗറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നോക്കാം, യു നീഡിൻ സ്റ്റേ ഹിയർ, യു നീഡിൻ സ്റ്റേ ഹിയർ, നീ ഇവിടെ താമസിക്കേണ്ട ആവശ്യം ഇല്ല, നീ ഇവിടെ താമസിക്കേണ്ട ആവശ്യമില്ല, യു നീഡിൻ സ്റ്റേ ഹിയർ. അതുപോലെ നമ്മൾ പറയാനല്ലേ, ഷീ നീഡിൻ സ്റ്റേ ഹിയർ, യു നീഡിൻ സ്റ്റേ ഹിയർ, നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അവൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. അങ്ങനെ ആവശ്യമില്ല എന്ന് പറയാൻ ഇവിടെ എന്ത് യൂസ് ചെയ്തു, അതിന് നെസസിറ്റി അല്ല, ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, അത് ഇവിടെ നെസസിറ്റി അല്ല എന്ന് പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്തു മക്കളെ, ഷീ നീഡിൻ സ്റ്റേ ഹിയർ. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ വി നീഡിൻ ഇൻവൈറ്റ് എവരിബഡി, വി നീഡിൻ ഇൻവൈറ്റ് എവരിബഡി. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അങ്ങനെ എല്ലാവരും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമുക്കങ്ങനെ എന്ത് ചെയ്യാം, എല്ലാവരും ഇങ്ങോട്ട് വിളിച്ച് ഇവിടെ വലിയൊരു പ്രോഗ്രാം നടത്തേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെയാണ് വി നീഡിൻ ഇൻവൈറ്റ് എവരിബഡി. എന്താണ്, വി നീഡിൻ ഇൻവൈറ്റ് എവരിബഡി. അങ്ങനെ നമുക്ക് എന്താണ്, എല്ലാവരും വിളിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ദെൻ യു നീഡിൻ ഗോ ദർ. എന്താണ്, യു നീഡിൻ ഗോ ദർ, നീ അങ്ങനെ അവിടെ പോവേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, നീ യു ഡിൻ ഗോ ദർ. ഇതെന്താണ് മക്കളെ, ഇതെല്ലാം എന്താണ്, നെസസിറ്റികളാണ് അല്ലേ. നമ്മൾ നെസസിറ്റികൾ പറയാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, നീഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എന്തോ സംതിങ് എന്താണ്, ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഒരു ചോദ്യങ്ങൾ. ഐ നീഡ് യുവർ കെയർ. എന്താണ്, ഐ നീഡ് യുവർ കെയർ, ഞാൻ നിന്റെ കെയർ എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ കെയറിങ് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു നെസസിറ്റിക്കാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നീഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ യൂസ് ടു. എന്താണ് യൂസ് ടു, എന്താണ് യൂസ്ഡ് ടു എന്നൊന്നും പറയരുത് കേട്ടോ, ഡി ഒന്നും അവിടെ പ്രൊണൗൺസ് ചെയ്യുന്നില്ല, യൂസ് ടു. ഓക്കെ, ദെൻ യൂസ് ടു. ഹാബിച്വൽ ആക്ഷൻസ് ഇൻ ദ പാസ്റ്റ്. എന്താണ് ഹാബിച്വൽ ആക്ഷൻസ് ഇൻ ദ പാസ്റ്റ്, പാസ്റ്റിലെ ഹാബിച്വൽ ആക്ഷൻസ് പറയാനാണ്, പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പാസ്റ്റിൽ പറയാനാണ് യൂസ് ചെയ്യുന്നത്. ഐ മീൻ പാസ്റ്റ് ടെൻസിന്റെ റോൾ എന്ത് ചെയ്യാണ്, ഇവിടെ യൂസ് ടു ഏറ്റെടുക്കുകയാണ്. ഓക്കെ, നമ്മൾ പാസ്റ്റ് ടെൻസിൽ പതിവായിട്ട് പറയുന്നത്, പതിവായിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രസൻറ്റിൽ പറയാൻ പ്രസൻറ്റ് ടെൻസും, പതിവായിട്ട് നമ്മുടെ പാസ്റ്റിൽ ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ടു. ഐ മീൻ പാസ്റ്റ് ടെൻസിൻ്റെ ജോലിയാണ് ആര് ഏറ്റെടുക്കുന്നത്, യൂസ് ടു ഏറ്റെടുക്കുന്നത്. നോക്കാം, പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ്. ഓക്കെ, ഹി യൂസ് ടു സ്മോക്ക്. എന്താണ് ഹി യൂസ് ടു സ്മോക്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ശരിക്കും യൂസ് പറയുമ്പോൾ ഉപയോഗിക്കുക. അപ്പോൾ യൂസ് ടു എന്താണ്, പുക ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ അവൻ വലിക്കാറുണ്ട്, ഇല്ല കേട്ടോ, അവൻ വലിക്കാറുണ്ടായിരുന്നു, ബാക്കിലോട്ട് പോകണം. ഓക്കെ, പാസ്റ്റ് ഹാബിറ്റാണ്, ഇപ്പോൾ പ്രസൻറ്റിലില്ല. അപ്പം നിങ്ങളോടൊരാൾ വന്നിട്ട്, നിങ്ങളൊരാളോട് ചോദിക്കണം, നീ ഇപ്പോൾ വലിക്കാറൊക്കെ ഉണ്ടോ, നിങ്ങൾ സ്മോക്കിംഗ് ഒക്കെ ഉണ്ടോ, സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാണ്, എന്താണ്, ഐ യൂസ് ടു സ്മോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിക്കും, ആൾ വലിക്കും, ഓക്കെ കട്ടയാണ്, വലിക്കും, എനിക്ക് യോജിപ്പില്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ആ യൂസ് ചെയ്ത മോഡൽ ഓക്സിലറി നിങ്ങൾ കാണണം, അത് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷനാണ്. പ്രസൻറ്റിൽ ആ വ്യക്തി വലിക്കുന്നില്ല, ഹി യൂസ് ടു സ്മോക്ക്. പണ്ട് എന്താണ്, പാസ്റ്റിൽ ആ വ്യക്തി എന്ത് ചെയ്തിരുന്നു, വലിച്ചിരുന്നു. ബട്ട് നൗ he doesn't smoke. ഓക്കെ, ഇപ്പോൾ എന്താണ്, അദ്ദേഹം വലിക്കുന്നില്ല. ഓക്കെ, നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടാട്ടോ ഡസൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡസൻ ഡൂവിൻ്റെ ഒക്കെ യൂസുകൾ. ഇവിടെ എന്താണ്, സ്ട്രോങ് ആയിട്ട് നമ്മൾ എന്താണ് നെഗറ്റീവ് പറയുകയാണ്, ഹി ഡസൻ സ്മോക്ക്. ഇപ്പം എന്ത് ചെയ്യുന്നില്ല, സ്മോക്ക് ചെയ്യുന്നില്ല, പക്ഷെ പണ്ട് ചെയ്തിരുന്നു എന്ന് പറയാൻ എന്ത് യൂസ് ചെയ്യും മക്കളെ, ഒന്ന് പറഞ്ഞ്, എന്താണ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ് പറയാൻ യൂസ് ചെയ്യുന്നത്, എന്താണ് യൂസ് ടു ആണ്. ഓക്കെ, ദെൻ ഐ യൂസ് ടു ഗോ
ടു സ്കൂൾ ബൈ ബസ് വെൻ ഐ വാസ് എ ബോയ്. എന്താണ് മക്കളെ, ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എന്തിലായിരുന്നു? ബസ്സിൽ പോയിരുന്നു. എങ്ങനെ? ബസ്സിലാണ് സ്കൂളിൽ പോയത്. ഇപ്പൊ വലുതായില്ലേ, ഇപ്പൊ നടന്നാണ് പോകുന്നത്. സോ എന്താണ്? ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ബസ്സിലായിരുന്നു പോയിരുന്നത്. പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ ആണ്. പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ് പതിവായി പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ പറയാൻ യൂസ്ഡ് ടു ഉപയോഗിക്കുന്നു. ഓക്കെ, ദെൻ ഐ യൂസ് ടു സിറ്റ് ഓൺ ബീച്ച്. എന്താണ്? ആ വ്യക്തി എന്ത് ചെയ്തിരുന്നു? പതിവായിട്ട് സ്ഥിരമായിട്ട് ബീച്ചിൽ പോയി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഓക്കെ, ഐ യൂസ് ടു സിറ്റ് ഓൺ ബീച്ച്. അദ്ദേഹത്തിന്റെ പതിവ്, പണ്ടത്തെ ഒരു പതിവ് ശീലമായിരുന്നു ഡെയിലി ബീച്ചിൽ പോയി ഇരിക്കുക എന്നുള്ളത്. ഓക്കെ, സോ ഐ യൂസ് ടു സിറ്റ് ഓൺ ബീച്ച് ബട്ട് നൗ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നൗ ഹി ഡസൻറ്റ്. ഓക്കെ, എന്താണ്? അദ്ദേഹം ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല? അദ്ദേഹം ഇപ്പൊ അവിടെ ഇരിക്കുന്നുണ്ടോ? ഇല്ല, ഇരിക്കുന്നില്ല. പണ്ടത്തെ എന്താണ്? പാസ്റ്റിലെ ഹാബിറ്റ്സ്, സ്ഥിരമായിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു ശീലമായിരുന്നു എന്ത്? ബീച്ചിൽ പോയിരിക്കുക എന്നുള്ള. ഇപ്പൊ എന്താണ്? പ്രസന്റിൽ ഇല്ല. ഓക്കെ, ദെൻ ഹി യൂസ് ടു ട്രാവൽ എലോട്ട്. എന്താണ്? ഹി യൂസ് ടു ട്രാവൽ എലോട്ട്. എന്തായിരുന്നു? ഹി യൂസ് ടു ട്രാവൽ എലോട്ട്. എന്താണ്? യൂസ് ടു. യൂസ് ടു എന്തിനാ ഉപയോഗിച്ചിരിക്കുന്നത്? പണ്ട് ഒരുപാട് യാത്ര ചെയ്തിരുന്ന ആളായിരുന്നു അവൻ. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യായിരുന്നു? ബട്ട് നൗ നോ. ഓക്കെ, ബട്ട് നൗ നോട്ട്. പ്രസന്റ്ലി അദ്ദേഹം ഒരുപാട് യാത്രകൾ ചെയ്യുന്നില്ല. പണ്ട് ഒരുപാട് യാത്രകൾ ചെയ്തിരുന്നു എന്ന് പറയാൻ ഇവിടെ എന്ത് യൂസ് ചെയ്തു? യൂസ്ഡ് യൂസ് ചെയ്തു. ഇനി ഒരിക്കലും എവിടെ വെച്ചിട്ട് യൂസ്ഡ് കാണുമ്പോൾ നിങ്ങൾ എന്തോർക്കണം? പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ ഓർക്കണം. ഞാൻ എടുത്തു തന്ന ഈ ക്ലാസ് നിങ്ങൾ ഓർക്കണം. ഓക്കെ, ഇനി യൂസ്ഡ് എന്ന് പറയുന്നത് ലൈഫിൽ നിങ്ങൾ ആര് എപ്പോൾ എവിടെ നിന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് യൂസ്ഡുവിൻ്റെ ആവശ്യം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നല്ല ക്രെഡിറ്റ് നല്ല സെറ്റായിട്ട് നിങ്ങൾക്ക് അവരോട് പറയാം. യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപയോഗിക്കുക. ആ ഒരു മീനിങ് ഒന്നുമല്ല. എന്താണ്? പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ, പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ought to. ought to എന്താണ്? ought to എന്ന് പറയുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരും. എന്താണ്? മസ്റ്റ് ഇല്ലേ? മസ്റ്റ്. എന്തായിരുന്നു മസ്റ്റ്? നീ അത് മസ്റ്റായിട്ട് ചെയ്യും. യു മസ്റ്റ് ഡു ഇറ്റ്. ഓക്കെ, യു മസ്റ്റ് ഡു യുവർ ഹോംവർക്ക്. അല്ലെ, നീ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? വർക്ക് ഹാർഡ് ചെയ്യണം. യു മസ്റ്റ് ഡു യുവർ ഹോംവർക്ക്. നീ എന്ത് ചെയ്യണം? നീ നിർബന്ധമായിട്ടും ഹോംവർക്ക് ചെയ്യണം. ഓക്കെ, യു മസ്റ്റ് റെസ്പെക്ട് യുവർ പാരൻസ്. നീ നിന്റെ പാരൻസിന് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. എങ്കിൽ ഇവിടെ വരാം, ഇവിടെയും എന്താണ്? ഒബ്ലിഗേഷൻ ആണ്. പക്ഷെ ഇതെന്ത് ചെയ്യാണ്? അങ്ങനെ അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല. ഓക്കെ, ഇതെന്താണ് മക്കളെ? ഇതൊന്ന് പറഞ്ഞ്. ഈ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് എന്താണ്? നിർബന്ധമില്ല, എന്നാലോ ചെയ്താൽ നല്ലതുമാണ്. ഓക്കെ, ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്, ചെയ്താൽ നല്ലതാണ്, ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ഇതെന്താണ്? ഒരു ധാർമ്മികപരമായിട്ടുള്ള ഒരു കടമയാണ്, ഒരു ധാർമ്മികപരമായിട്ടുള്ള എന്താണ്? ഒരു കരാറാണ്. ഓക്കെ, ഒരു മോറലാണ്. അല്ലേ? ചെയ്താൽ ചെയ്യാം, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ധാർമ്മികപരമായിട്ട് മനുഷ്യനെന്ന് പറയുന്ന നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുള്ള കുറച്ച് മൂല്യങ്ങളുണ്ട്. അല്ലേ? അതിലൊന്നാണ് നമുക്ക് വേണ്ട ഒരു ധാർമ്മികപരമായിട്ടുള്ള ചില കരാറുകളും കടമകളും ഒക്കെ ഉണ്ട് നമുക്ക് മറ്റുള്ളവരോട്. അത് പറയാനാണ് നമ്മൾ ought to യൂസ് ചെയ്യുന്നത്. നോക്കാം. യു ought to go there. നീ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? യു ought to go there. നീ അവിടെ പോകണം. ആ നിർബന്ധത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു ഒബ്ലിഗേഷൻ ആണ്. ധാർമ്മികപരമായിട്ട് പോയാലും പോയില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു ചെറുതായിട്ടൊന്ന് നിർബന്ധിച്ച് പറയാണ് യു ought to go there. മസ്റ്റിന്റെ അത്രത്തോളം എന്തല്ല, സ്ട്രോങ് അല്ല. ഓക്കെ, ദെൻ വി ought to റെസ്പെക്ട് അവർ എൽഡേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? യു മസ്റ്റ് റെസ്പെക്ട് യുവർ പാരൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? യു മസ്റ്റ് റെസ്പെക്ട് യുവർ പാരൻസ്. അത്ര സ്ട്രോങ് ഉണ്ട്. പക്ഷെ ഇവിടെ എന്താണ്? റെസ്പെക്ട് ചെയ്യാം, നിർബന്ധമില്ല. പക്ഷെ എന്താണ്? ധാർമ്മികപരമായിട്ടുള്ള എന്താണ്? ഒരു കടമയാണ്, കരാറാണ്, ഒരു ഒബ്ലിഗേഷൻ ആണ്. എന്താണ്? വി ought to റെസ്പെക്ട് അവർ എൽഡേഴ്സ്. എന്താണ്? നമ്മൾ എൽഡേഴ്സിന് എന്ത് ചെയ്യണം? മൂത്തവരെ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ മൂത്തവരെ ബഹുമാനിക്കൽ എന്താണ്? ഒരു നല്ല സ്വഭാവമാണ്. അല്ലെ? ധാർമ്മികപരമായിട്ട് നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? മൂത്തവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കലും ബഹുമാനിക്കലും. അല്ലെ? എൽഡേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ബസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എണീറ്റ് കൊടുക്കും. വെയ്യാത്ത ആളുകളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പ്ലേസിൽ നിന്ന് എണീറ്റ് കൊടുക്കും. അതെന്താണ് മക്കളെ? ought to ആണ്. അവിടെ കൊടുത്തില്ലെങ്കിലും ചിലപ്പോൾ അവിടെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ എന്താണ്? വി ought to റെസ്പെക്ട് അവർ എൽഡേഴ്സ്. അല്ലേ?
ഓക്കെ, ദെൻ ഹി ought to console them. എന്താണ്? ഹി ought to console them. അവൻ എന്ത് ചെയ്യാണ്? ought to console them. അവൻ നമ്മൾ എന്ത് ചെയ്യണം? സമാധാനിപ്പിക്കും. കാരണം അവനാണല്ലോ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കി നമ്മളെ ഇത്രയും ടെൻഷനും പ്രശ്നവും നമുക്ക് പ്രോബ്ലംസ് ഒക്കെ തന്നത്. സോ സ്വാഭാവികമായിട്ടും ഹി ought to console them. അവൻ എന്തുണ്ട്? നമ്മളെ കൺസോൾ ചെയ്യാനുള്ള ഒരു എന്തുണ്ട്? ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്, ഒരു കടമ അവനുണ്ട് അല്ലെ? അവൻ്റെ കടമ നിർവഹിക്കണം. നമ്മളൊന്ന് സമാധാനിപ്പിക്കേണ്ടത് എന്താണ്? അവന് ധാർമ്മികപരമായിട്ടുള്ള ഒരു കടമയാണ്. അത് അവൻ്റെ ഒരു മര്യാദയാണത്. എന്ത്? നമ്മളെ വന്നിട്ട് എന്ത് ചെയ്യുക? സമാധാനിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ OT2 എന്താന്നുള്ളത് പറഞ്ഞു. നമ്മൾ അനുസരിക്കാതിരിക്കാം. പക്ഷെ എന്താണ്? ഒരു ധാർമ്മികപരമായിട്ടുള്ള ഒരു കടമയും ഒരു കരാറും ഒക്കെയാണ്. മനുഷ്യരെന്ന നിലക്ക് മൂല്യപരമായിട്ട് ഒരു മൂല്യമുണ്ടല്ലേ? മനുഷ്യനെപ്പോഴും ഒരു എന്തുണ്ട്? ഒരു ധാർമ്മികപരമായിട്ടുള്ള ചില കടമകളൊക്കെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാവും അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം മക്കളെ? OT2 യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഡെയർ അല്ലേ? ഹൗ ഡെയർ യു, എവിടുന്ന് വന്നു ഈ ധൈര്യം അല്ലേ? ഹൗ ഡെയർ യു. ഡെയർ എന്തായിരുന്നു മക്കളെ? കറേജ് കാണിക്കാനായിരുന്നു അല്ലേ? ധൈര്യം, ചലഞ്ച് കാണിക്കാനായിരുന്നു. ദെൻ യൂസ്ഡ് എന്തായിരുന്നു? പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ് കാണിക്കാനായിരുന്നു അല്ലേ? ക്ലാസ് കഴിയുമ്പോഴേക്കും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്കിത് കഴിയുമ്പോഴേക്കും ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു ഭാഗത്തിൽ നിങ്ങൾക്കൊരു ഡൗട്ടും ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. സോ ദെൻ OT2 എന്താണ്? ഒബ്ലിഗേഷൻ ആണ്, മൂല്യമാണ്, ധാർമ്മികപരമായിട്ടുള്ള കടമയാണ്, ധാർമ്മികപരമായിട്ടുള്ള ചില കരാറുകളൊക്കെയാണ്. ഓക്കെ, ദെൻ ഹാവ് ടു. എന്താണ്? ഹാവ് ടു ആണ്. ദെൻ must do something express obligation. എന്താണ്? must do something express obligation ആണ്. ഓക്കെ, എന്താണ്? ഒരു നിർബന്ധമാണ് മക്കളെ. നമ്മൾ നേരത്തെ എന്തായിരുന്നു? ഞാൻ നേരത്തെ OT2 പറഞ്ഞപ്പോൾ നിങ്ങൾ നിർബന്ധിച്ചു ഇല്ല. ചെയ്യാം, ചെയ്യാതിരിക്കാം, അനുസരിക്കാതിരിക്കാം, അതായിരുന്നു OT2. പക്ഷെ ഇവിടെ അത് നടക്കില്ല. ഇവിടെ എന്താ? ഇവിടെ നിർബന്ധമാണ്. ഇവിടെ എന്താണ്? നിർബന്ധമാണ്. മസ്റ്റ് ഡു ആണ്. മസ്റ്റ് ഡു സംതിങ് എക്സ്പ്രസ് ഒബ്ലിഗേഷൻസ്. ഒബ്ലിഗേഷനിൽ എന്താണ്? നിർബന്ധമാണ്. ഓക്കെ, OT2 എന്തായിരുന്നു? നിർബന്ധമുണ്ടോ? ഇല്ല. ചെയ്യാം, ചെയ്യാതിരിക്കാം, ചെയ്താൽ എന്താണ്? ബെറ്റർ ആണ്, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ എങ്ങനെയല്ല. ഹാവ് ടു എന്താണ് മക്കളെ? നിർബന്ധമാണ്. ഓക്കെ, ഐ ഹാവ് ടു സ്റ്റഡി ടു നൈറ്റ്. അങ്ങനെ രാത്രി പഠിക്കൽ എന്താണ്? അത് എൻ്റെ ഒരു നിർബന്ധം തന്നെയാണ് അല്ലെ? ഇവിടെ നിങ്ങളുടെ നിർബന്ധം തന്നെയാണ്. എന്ത്? രാത്രി പഠിക്കാൻ ഇടുന്നില്ലെങ്കിൽ എക്സാമിന് തോറ്റുപോയി, ഭാവി അങ്ങോട്ട് ഇല്ലാണ്ടാവൂലേ മക്കളെ? സോ എന്താണ്? ഐ ഹാവ് ടു സ്റ്റഡി ടു നൈറ്റ്. ഇവിടെ എന്താണ്? അതൊരു നിർബന്ധം തന്നെയാണ്. രാത്രി ഇരുന്ന് പഠിക്കൽ എന്താണ്? നമുക്കൊരു ആവശ്യം തന്നെയാണ്. ഓക്കെ, ദെൻ all children have to go to school. നിർബന്ധമല്ല മക്കളെ? കുട്ടികളൊക്കെ സ്കൂളിൽ പോണ്ടേ അല്ലേ? ചൈൽഡ് ലേബറൊക്കെ പാടുണ്ടോ? ഇല്ല. കുട്ടികളൊക്കെ പണിയെടുത്തൊക്കെ നടന്ന് എന്താ സംഭവിക്കുക? കുട്ടികളെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞയച്ചില്ലെങ്കിൽ എന്താണ്? കേസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അല്ലേ? ഗവൺമെന്റ് എന്താണ്? കുട്ടികൾക്ക് ഫ്രീ ആയിട്ടാണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. ആ ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമ്മൾ വേണ്ടാന്ന് വെച്ച് അവർ വല്ല വർക്കിനും പറഞ്ഞയച്ചാൽ എന്താണ് മക്കളെ? നിയമപരമായിട്ട് അത് തെറ്റാണ്. ഇതെന്താണ്? ഇത് മസ്റ്റാണ്. ഓൾ ചിൽഡ്രൻസ് ഹാവ് ടു സ്കൂൾ. കുട്ടികൾ നിർബന്ധമായിട്ട് എല്ലാ കുട്ടികളും എന്ത് പോകണം? സ്കൂളിൽ പോയിട്ട് പഠിക്കണം. ഓക്കെ, then I have to wear uniform at work അല്ലേ? ചില സ്ഥലം സ്കൂളിലൊക്കെ യൂണിഫോം ഇടാതെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ്? പ്രശ്നമല്ലേ മക്കളെ? അതങ്ങനെ എന്തും ഇടാതെ ചെല്ലാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ചില സ്ഥാപനങ്ങളിലൊക്കെ, ചില പ്രത്യേക ഫാക്ടറികളിലും ചില വർക്കേഴ്സിനൊക്കെ എന്തുണ്ടാവും? ചില അധികം ഷോപ്പിലൊക്കെ എന്തുണ്ടാവാറുണ്ട്? അവർക്കൊരു യൂണിഫോം ഉണ്ടാവാറുണ്ട്. ആ യൂണിഫോം ഇടൽ എന്തായിരിക്കും? അവിടെ ഹാവ് ടു ആയിരിക്കും. എന്തായിരിക്കും? മസ്റ്റ് ആയിരിക്കും, ഹാവ് ടു ആയിരിക്കും അല്ലേ? സോ മസ്റ്റ് ഡു സംതിങ് എക്സ്പ്രസ് ഒബ്ലിഗേഷൻസ് അല്ലേ? ചില കാര്യങ്ങൾ നിർബന്ധം തന്നെയാണ് അല്ലേ? ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും മക്കളെ? പ്രശ്നമാണ്. ഓക്കെ, അത് നിയമത്തിന് എന്താണ്? എതിരായിരിക്കും. സോ ചില കാര്യങ്ങൾ നിർബന്ധമായിരിക്കും. ആ നിർബന്ധമുള്ള കാര്യങ്ങൾ എന്താണ്? ഹാവ് ടു ആണ്. അപ്പോൾ അവിടെ അപ്പം നിങ്ങൾ ആലോചിക്കും, ഈ മിസ് ഇത് എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? റിപ്പീറ്റ് ചെയ്യണമല്ലോ. മസ്റ്റിൻ്റെ അവിടെയും വന്നിട്ട് യു മസ്റ്റ് നിർബന്ധം എന്ന് പറഞ്ഞ് അവിടെ പറഞ്ഞല്ലോ. ഇവിടെ വന്നിട്ട് ഹാവിലും പറഞ്ഞിട്ട് മസ്റ്റ് പറയുന്നുണ്ട് അല്ലേ? രണ്ടും നിർബന്ധിക്കുകയാണല്ലോ. മസ്റ്റും ഞാൻ നിങ്ങളെ നിർബന്ധിക്കാനാണെന്ന് പറഞ്ഞു. OT2 പിന്നെ എന്താണ്? വലിയ നിർബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ മസ്റ്റും ഹാവിറ്റും ഞാൻ സെയിം ആയിട്ടാണ് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് അല്ലേ? മസ്റ്റ് എന്താണ്? യു മസ്റ്റ് ഡു ഇറ്റ്. അത് നിർബന്ധമായിട്ട്
നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ ഹാവ് ടു വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിർബന്ധമാണ്, അല്ലെങ്കിൽ ആകെ എന്താവും പ്രശ്നമാവും എന്ന് പറഞ്ഞു. രണ്ടും സെയിം ആണ് ഞാൻ പറഞ്ഞത്. എങ്കിൽ അവർ തമ്മിൽ ഒരു ചെറിയ ഡിഫറൻസ് വേണ്ടേ? വേണം. അല്ലെങ്കിൽ എന്താണ് മക്കളെ, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. എന്നാൽ ഇതാ ഈ ക്ലാസ് മുതൽ നിങ്ങൾക്ക് മസ്റ്റും ഹാവ് ടു തമ്മിൽ ഇനി അങ്ങോട്ട് ഒരിക്കലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇത് ചില ആളുകൾ, ചില ഗ്രമറിയൻസ് ആണ്, ചില ആളുകളാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ഒരു ചെറിയ വ്യത്യാസം ഇവർക്ക് തമ്മിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ സെയിം ആണ് ഇതിൻ്റെ യൂസ് വരുന്നത്. രണ്ടും യൂസ് ചെയ്യാം. മസ്റ്റ് പറഞ്ഞാലും നിർബന്ധമാണ്, അതുപോലെ ഹാവ് ടു പറഞ്ഞാലും ചെയ്യൽ നിർബന്ധം തന്നെയാണ്. പക്ഷെ എന്നാലും ചെറിയൊരു ഡിഫറൻസ് ഇവർക്കില്ലെങ്കിൽ ചില ആളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡിഫറൻസ് ആണ് കേട്ടോ. വളരെ സ്ട്രോങ് റൂൾ എന്നൊന്നും പറയുന്നില്ല, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് ഇതിനി അങ്ങോട്ട് യൂസ് ചെയ്യാം. ഓക്കെ, എന്താ നോക്കാം. മസ്റ്റ് ഒരു പേഴ്സണൽ ഒബ്ലിഗേഷൻ ആണ്. പേഴ്സണൽ, ഐ എം ഓൾവേസ് ടയേർഡ്, ഐ മസ്റ്റ് ഗോ ടു ബെഡ്. ഇവിടെ ആരെയാണ് നിങ്ങളെ നിർബന്ധിക്കുന്നത്? നിങ്ങളിപ്പോൾ ടയേർഡാണ്, എന്നിട്ട് നിങ്ങളോട് ആരെങ്കിലും പോയി കിടന്നുറങ്ങുന്നതാണോ പറയുന്നത്? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഐ എം ഓൾവേസ് ടയേർഡ്, ഐ മസ്റ്റ് ഗോ ടു ബെഡ്. ഇവിടെ ആരാ നിർബന്ധിക്കുന്നത്? ആരാണ് ഈ നിർബന്ധിച്ചിരിക്കുന്നത് നിങ്ങളോട് പോയി കിടന്നുറങ്ങാൻ? ആരാ? നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇവിടെ മസ്റ്റ് ചെയ്യുന്നത്, ഇവിടെ നിർബന്ധിക്കുന്നത് ആരാണ്? നിങ്ങൾ തന്നെയാണ് നിർബന്ധിക്കുന്നത്. നിർബന്ധം വരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. ഓക്കെ, ഞാൻ ടയേർഡാണ്, അതുകൊണ്ട് എനിക്ക് പോയി കിടന്നുറങ്ങിയേ പറ്റൂ. ആരാ നിർബന്ധിച്ചത്? ആരെങ്കിലും ആണോ? അല്ല, നമ്മൾ തന്നെയാണ്. ഓക്കെ, പേഴ്സണൽ ഒബ്ലിഗേഷൻ ആണ്. ഇവിടെ ആരെയാണ്? നമ്മൾ തന്നെയാണ് നിർബന്ധിക്കുന്നത്. ആ വ്യക്തി തന്നെയാണ് നിർബന്ധിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്നാണ് നിർബന്ധം വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? മസ്റ്റ് എന്താണ്? നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നിർബന്ധിക്കുന്നത്. ഓക്കെ, എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹാവ് ടുവിന്റെ നിർബന്ധം നോക്കാം. എക്സ്റ്റേണൽ ഒബ്ലിഗേഷൻ ആണ്. തിങ്സ് ലൈക്ക് ലോസ് ആൻഡ് റൂൾസ്. ഓക്കെ, എന്താണ് മക്കളെ? ഇവിടെ ആരാണ് നിങ്ങളെ നിർബന്ധിക്കുന്നത്? നോക്കിയേ, ആരാണ്? നിയമങ്ങളാണ് അല്ലേ? എന്താണ്? ഓൾ ചിൽഡ്രൻസ് ഹാവ് ടു ഗോ ടു സ്കൂൾ. എല്ലാ കുട്ടികളും സ്കൂളിൽ പോകണം. പോയില്ലെങ്കിൽ എന്താണ്? ഞാൻ ചില കുട്ടികളുടെ സ്കൂളിൽ പോകാതെ അവരോട് കുറച്ച് ജോലിയൊക്കെ കൊടുത്തു അല്ലേ. ഒരു 6 വയസ്സുള്ള ചെറിയ കുട്ടികളെ കൊണ്ടുവന്നിട്ട് സ്കൂളിൽ പറഞ്ഞേക്കാതെ വീട്ടിൽ നിന്ന് ചെറിയ പണിയൊക്കെ കൊടുത്ത് എന്താ സംഭവിക്കുക? എനിക്ക് പണി കിട്ടും അല്ലേ? അത് നിയമത്തിനെതിരെ. ഇവിടെ ആരാണ് നമ്മൾ ആ കുട്ടികളെ സ്കൂളിലോട്ട് വിടാൻ നിർബന്ധിച്ചത്? ഞാനാണോ? ആ കുട്ടിയാണോ നിർബന്ധിച്ചത് എന്നെ സ്കൂളിലോട്ട് വിടാന്ന് പറഞ്ഞിട്ട്? അല്ല, നിയമമാണ്. ഓക്കെ, പുറത്തു നിന്നുള്ള ഒരു നിർബന്ധമാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ആരാണ് നമ്മളെ നിർബന്ധിക്കുന്നത്? എക്സ്റ്റേണൽ ആണ്, പുറത്തു നിന്നുള്ള നിർബന്ധമാണ് വരുന്നത്. ഓക്കെ, ദെൻ യു ഹാവ് ടു വിയർ സീറ്റ് ബെൽറ്റ് ഇൻ ദ കാർ. കാറിൽ പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക മക്കളെ? ഇത് നിങ്ങളെ ആരാ നിർബന്ധിക്കുന്നത്? നിങ്ങളാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാറുണ്ടാവില്ല. ഇത് നിയമമാണ്. അതില്ലെങ്കിൽ എന്തടി കൊടുക്കേണ്ടി വരും? ഇത് കൊടുക്കേണ്ടി വരും അല്ലേ? മണി എടുത്ത് എറിയേണ്ടി വരും, പൈസ കൊടുക്കേണ്ടി വരും, പെറ്റി അടിക്കേണ്ടി വരും. അപ്പൊ എന്താണ്? നിർബന്ധം വന്നത് നിങ്ങൾക്കല്ല, പുറത്തുനിന്നാണ് അല്ലെ? ഒരു എക്സ്റ്റേണൽ പുഷാണ് വന്നത് അല്ലെ? പുറത്തു നിന്നുള്ള ഒരു നിർബന്ധിക്കൽ കാരണമാണ് നിങ്ങൾ എന്ത് ചെയ്തത്? ഇവിടെ സീറ്റ് ബെൽറ്റ് ഇടുന്നത്. സോ വളരെ ക്ലിയർ ആണ്. വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ആ കൺഫ്യൂഷൻ തീർത്തു തന്നു. ഇനി അങ്ങോട്ട് കൺഫ്യൂഷൻ ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇനി അങ്ങോട്ട് മസ്റ്റുവിൻ്റെയും ഹാവിറ്റിൻ്റെയും കൺഫ്യൂഷൻ കാരണം ആരും ബുദ്ധിമുട്ടരുത്. മസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണൽ ആണ്, പേഴ്സണൽ ഒബ്ലിഗേഷൻ ആണ്. എനിക്ക് ക്ഷീണം വരുന്നു, അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഞാൻ തന്നെയാണ് എനിക്കിവിടെ എന്ത് ചെയ്തത്? അത് നിർബന്ധമാക്കിയത്. ഓക്കെ, ബട്ട് ഹാവ് ടു എന്താണ്? ഒരു എക്സ്റ്റേണൽ ഒബ്ലിഗേഷൻ ആണ്. പുറത്തു നിന്നുള്ള ഒരു നിർബന്ധം കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹാവ് ടു യൂസ് ചെയ്തിട്ട് പുറത്തുനിന്നുള്ള നിർബന്ധം കാരണമാണ് നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്നത്. സോ ഹാവ് ടു ആണ്. നമ്മളെ തന്നെ നിർബന്ധിക്കുകയാണ്. എക്സ്റ്റേണൽ അല്ല, ഇന്റേണൽ പേഴ്സണൽ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്? മസ്റ്റ് ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് കരുതുന്നു. മസ്റ്റും ഹാവ് ടു തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇനി മുതൽ നിങ്ങൾക്ക് എന്താണ്? ക്ലിയർ ആണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു? സെമി മോഡൽ ഓക്സിലറി വെർബ്സും എന്ത് ചെയ്തിരിക്കുകയാണ്? ക്ലിയർ ചെയ്തിരിക്കുകയാണ്. വളരെ സിമ്പിളാണ്. എല്ലാത്തിനും വളരെ 1-2 യൂസ് ഉള്ളൂ. വളരെ ക്ലിയർ ആണ്. മറ്റുള്ളതിനൊക്കെ ഒരുപാട് യൂസുകൾ ഉണ്ടായിരുന്നു മെയിൻ മോഡൽ ഓക്സിലറി വെർബ്സിന്. കാരണം അത് കൂടുതലും മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇത് വളരെ റെയർ കേസുകളിലാണ്. പക്ഷെ ആ റെയർ കേസുകൾ എന്താണ്? ലൈഫിൽ എപ്പോഴും യൂസ് ചെയ്യാറുമുണ്ട്. അതാണ്. ഓക്കെ, അപ്പൊ ഡെയർ, നീഡ്, അതുപോലെ എന്താണ്? ഹാവ് ടു, യൂസ് ടു. ഓക്കെ,
ക്ലിയർ അല്ലേ മക്കളെ? ഇതിൻ്റെയൊക്കെ യൂസ് വളരെ സിമ്പിളാണ്. ഒരൊറ്റ എക്സാമ്പിൾ, ഒരൊറ്റ നോട്ട് ബുക്കിൽ ചെറിയൊരു ഷോർട്ട് നോട്ടിൻ്റെ ആവശ്യമുള്ളൂ. നിങ്ങൾക്കിത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. മസ്റ്റിൻ്റെ ഹാവിൻ്റെ ഒക്കെ ക്ലാരിഫിക്കേഷൻ വളരെ ക്ലിയർ ആയെന്ന് കരുതുന്നു. സോ മോഡൽ ഓക്സിലറി ഈസ് ഓവർ. ഓക്കെ, മോഡൽ ഓക്സിലറി എന്ത് ചെയ്തിരിക്കുന്നു? തീർന്നിരിക്കുന്നു. സോ ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു വെർബിൻ്റെ ക്ലാരിഫിക്കേഷനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എന്ത് ചെയ്യാം? പ്രാക്ടീസ് വെൽ. ഓക്കെ.